ഹലോ എവ്രി വൺ. അപ്പോൾ ഈ ഒരു വീഡിയോ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ അന്ന് രാവിലെ എണീറ്റ് ഇതാ പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ പൂവൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരാൾ മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് പൂക്കളൊക്കെ ഇനി റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പം ആ പരിപാടിയും കൂടി ഇനി ബാക്കിയുള്ളൂ. നമ്മൾ സദ്യയുടെ പരിപാടിയൊക്കെ ഏതാണ്ടൊക്കെ കുറേ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമുക്ക് നേരെ പൂക്കളം വരയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എന്ത് ഡിസൈനാണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലൊന്നുമില്ല. വരച്ച് അതൊരു ഡിസൈനായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ പൂ ഇടുന്ന എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പം അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ ചേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുണ്ട് കേട്ടോ. അപ്പം അവരെനിക്ക് പൂവുകളൊക്കെ ഇങ്ങനെ ഓരോ കളേഴ്സിൽ ഇങ്ങനെ പിച്ച് പേപ്പേഴ്സിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി ഇട്ടാൽ മതി. അപ്പോൾ അതങ്ങനെ പൂക്കളൊക്കെ ഇട്ട് സെറ്റായി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. ഇടയ്ക്ക് കൂടെ ഞാൻ പോയി പായസം ഒന്ന് സെറ്റാക്കി കേട്ടോ. പായസം മാത്രമേ ഉണ്ടാക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് സദ്യ കഴിച്ചു കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ പേപ്പർ വാഴയിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറച്ചും വവ്വാലുള്ളതിനെ കൊണ്ട് നമുക്ക് നമ്മുടെ നാടൻ വാഴയില എടുക്കാൻ ഭയങ്കര പേടി. കാരണം നമ്മളുടെ പേപ്പർ വാഴയില കേട്ടോ. പക്ഷെ അതിൽ കഴിക്കുന്ന ഒരു എഫക്റ്റ് ഇതിൽ കഴിക്കുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം അത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാ പൂക്കളത്തിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അപ്പം ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പായസം കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഓൺ ദ വേയിലാണ്. അപ്പം നമ്മളിനി വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ വീട്ടിലെത്തി. അമ്മ ഇതാ അവിടെ തൃക്കാക്കരപ്പനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. തൃക്കാക്കരപ്പനൊക്കെ വെച്ചിട്ടാണ് അവിടെ ഓണത്തിന് ഉണ്ടാവുക. രണ്ടത്താണി ഭാഗത്തൊക്കെ കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം അമ്മ അത് ഫോളോ ചെയ്ത് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതാ ഞങ്ങളെത്തിയ സമയത്ത് മേമയും പാപ്പനും ശ്രീക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൊല്ലായിലിരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. അതിന് ശേഷം ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ പോയി. എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഇത് തൃക്കാക്കരപ്പൻ. ഇത് നമ്മൾ നിവേദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ രാവിലെ. അപ്പം ഇങ്ങനെ പഴവും പപ്പടമൊക്കെ കൊടുത്തിട്ട് നിവേദിക്കും കേട്ടോ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.